പ്പോഴേക്കും അവർ റീഡിങ് വെറുത്തിട്ടുണ്ടാവും. അപ്പം ഇത് കുറച്ചും കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറിയാന വൂൾഫ് എന്ന് പറഞ്ഞാൽ ഈ റീഡിങ്ങിൽ തന്നെ വേൾഡിലെ വൺ ഓഫ് ദ എക്സ്പേർട്ട് അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടാണ് മറിയാന വൂൾഫ്. അവരവരുടെ പുസ്തകത്തിൽ പ്രോസ്റ്റ് ആൻഡ് സ്ക്വിഡിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അവർ തന്നെ നടത്തിയൊരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച്. അതായത് അവരുടെ എക്സ്പെരിമെൻറ്റിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തത് ബോയ്സിന് ഫോർ സം റീസൺ, അതും ഈ ആക്സൽ ഡെവലപ്മെൻറ്റിൻ്റെ റീസൺ അല്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ ന്യൂറോൺസ് ബോയ്സിന് ഇറ്റ് മേ ബി ആക്ച്വലി 1 or 2 year ലേറ്റ് ആയിരിക്കും ഇത് ഈ ഷീറ്റിങ് നടക്കാൻ. ആക്ച്വലി ഈ കണ്ടക്ഷൻ എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയിരിക്കും ആക്ച്വലി. അപ്പം പക്ഷെ ഒരു 8 years ഒക്കെ കഴിയുമ്പോഴേക്കും ബോയ്സും ഗേൾസും സെയിം ലെവൽ ഓഫ് റീഡിങ്. വെൻ കിഡ്സ് ഗ്രോ അപ്പ് ഈ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വെൻ ദേ ആർ സ്മോളർ ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ഏർലി ലെവലിൽ കുട്ടികളെ റീഡിങ്ങിലേക്ക് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന പ്രശ്നം ദേ ഹേറ്റ് റീഡിങ് ബിക്കോസ് ഇറ്റ് ഈസ് ബയോളജിക്കലി നോട്ട് പോസിബിൾ. ഇപ്പം നമുക്ക് പറ്റാത്തൊരു കാര്യം, ദ ഫസ്റ്റ് ഡേ എന്നെ കൊണ്ടൊരു 100 kg പൊക്കാൻ പറഞ്ഞാൽ ഐ എം നോട്ട് ട്രെയിൻഡ്, പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, അപ്പം ജിമ്മിൽ പോകുമ്പം ഫസ്റ്റ് ഡേ സംബഡി ഗീവിങ് 100 ഞാനത് നിർത്തിയിട്ട് പോകും. ദ സെയിം വേ യുവർ ബ്രെയിൻ, ദ കിഡ്സ് ബ്രെയിൻ ഈസ് നോട്ട് റെഡി അറ്റ് 2.5 years. അപ്പോൾ അവിടെ കൊണ്ടിട്ട് അതിനെ പൊക്കാൻ നോക്കിയാൽ സിംപിളി ദേ വിൽ ഫെയിൽ. മോർ അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ബോയ്സ്. അപ്പോൾ ഇതിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണണമെങ്കിൽ യു ആസ്ക് എനി സ്കൂൾ, അവിടെ ബോയ്സ് ആണോ ഗേൾസ് ആണോ, ഹൂ ഔട്ട് പെർഫോം ഹൂം ചോദിച്ചു കഴിഞ്ഞാൽ നൗ ദർ ഈസ് എ ഡ്രാസ്റ്റിക് ഔട്ട് പെർഫോമൻസ് ബൈ ഗേൾസ്. തീർച്ചയായും മെനി റീസൺസ് ഉണ്ട് അതിലൊരു റീസൺ ബോയ്സിനെ ഏർലി തന്നെ അവരെ വായന വെറുപ്പിക്കുക എന്നുള്ളതാണ്. സോ ഡോണ്ട് ഹറി, യു ഡോണ്ട് വാണ്ട് ഹറീഡ് ബാഡ് ചൈൽഡ്, or hurried, not bad is not the best word, hurried എന്താ പറയുക, പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്ത കുട്ടികളല്ല വേണ്ടത്. പ്രോപ്പർ ടൈമിൽ give them the time, അപ്പം they will start reading.